ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി ഓങ്ങല്ലൂർ കുണ്ടൂർക്കര സക്കാത്ത് നഗർ നിവാസികൾ. സഞ്ചാരയോഗ്യമായ റോഡ് വേണമെന്നുള്ള വർഷങ്ങളുടെ ആവശ്യത്തിന് അധികൃതർ അവഗണന കാണിക്കുന്നതോടെയാണ് സക്കാത്ത് നഗറിലെ 30ഓളം കുടുംബങ്ങൾ വോട്ട് ബഹിഷ്കരിക്കാനൊരുങ്ങുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ ഉൾപ്പെടുന്ന കൊണ്ടൂർക്കര സക്കാത്ത് നഗറിലെ കുടുംബങ്ങളാണ് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡില്ലാത്തതിനാൽ യാത്രാ ദുരിതം അനുഭവിക്കുന്നത്. 10 വർഷത്തോളമായി പ്രദേശത്തേക്കുള്ള പാത തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ മൺപാതയിലൂടെ വളരെ ബുദ്ധിമുട്ടിയാണ് കുട്ടികളും പ്രായമായവരും സഞ്ചരിക്കുന്നത്. മഴക്കാലമായാൽ ചളി നിറഞ്ഞ് കാൽനടയാത്ര പോലും ദുസ്സഹമാണ്. വേനലിൽ പൊടിശല്യവും രൂക്ഷമാണ്. ആശുപത്രിയിൽ പോകാനും വിളിച്ചാൽ വാഹനങ്ങളും വരാൻ മടിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നിട്ട് 8 കൊല്ലമായി. ഈ 8 കൊല്ലത്തിൽ നിന്ന് ഇങ്ങോട്ടും ഞങ്ങളിഞ്ഞ് കാണാത്ത ആരുമില്ല. കലക്ടർക്ക് ഞങ്ങൾ എഴുത്തു കൊടുത്തു, MLAക്ക് എഴുത്തു കൊടുത്തു, എല്ലാവർക്കും ഞങ്ങൾ എവിടെ അവർ വരുന്നത് അവിടേക്കൊക്കെ ഞങ്ങൾ ചെല്ലും. ഇതുവരെ ഒരാളും കൂടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. മഴക്കാലത്ത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ എനിക്ക് 63 വയസ്സായി. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പനിയും പിന്നെ ഷുഗറും പ്രഷറൊക്കെ ഉള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം മഴയിൽ വെയ്യാതെ ആയിട്ട് കസാലയിൽ എത്തിയിട്ടാണ് അങ്ങോട്ട് എന്നെ കൊണ്ടുപോയിരിക്കുന്നത്. തീരെ നടക്കാൻ വയ്യ, വണ്ടിക്കാർ വരുമില്ല. അപ്പോൾ ഇത്രയും ഇതിലാണ് ഞങ്ങൾ കഴിയണത്. ഞങ്ങൾ ഇവിടെ വന്നേ മുതലും എല്ലാത്തിനും ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഈ വോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഉറച്ച പാർട്ടിയിലുണ്ടാവും, പക്ഷേ അതൊന്നും ഇപ്പം നമുക്കൊരു അനുകൂലമായിട്ടൊന്നും ഇതുവരെ കാണുന്നില്ല. ഇനി ആരാ നമുക്ക് ഒരു അനുകൂലമായിട്ട് വരുന്നു അവർക്ക് ഞങ്ങൾ എന്തും ചെയ്യുള്ളൂ. ഇവിടെ 10-30 വീടുണ്ട്, അതിലേക്ക് വോട്ടുകളും ഉണ്ട്. എല്ലാ വോട്ട് ചെയ്യുന്ന പ്രായക്കാരാണ്. ആ ഒരു ഇത് പറയണേ ഞങ്ങൾ. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട അധികൃതരുടെയും മുന്നിൽ അപേക്ഷ നൽകിയിട്ടും യാതൊരു അനുകൂല നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞാൽ ഈ റോഡ് ഒരു 10 കൊല്ലത്തോളമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ മഴ വരികയാണ്, മഴ വരുമ്പോൾ നടക്കാൻ പോലും പറ്റില്ല, ആ ജാതി അവസ്ഥ. ഇപ്പം ഇന്നലെ ഇവിടുന്ന് ഒരു ഗർഭിണിയായ ഒരു കുട്ടീനെ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോയത് അതുവരെ നടന്നിട്ടാണ് പോയത്. ആ റോഡ് ഇവിടേക്ക് വണ്ടി വരില്ല, ഒരു ഓട്ടോറിക്ഷക്കാർ വിളിച്ചാൽ വരില്ല, അങ്ങോട്ട് വരുന്നത്. അത്രക്കും ദുരന്തം അനുഭവിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയും പെട്ടെന്ന് ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർ നമുക്കിത് ചെയ്തു തരാം, എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ബഹിഷ്കരണം ഞങ്ങൾ പിൻവലിക്കും. പക്ഷേ ഇത് പാർട്ടിക്കാരെ ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. ആ ഇലക്ഷൻ്റെ സമയത്തുനിന്ന് വരും, പിന്നെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ആര് പറയുകയാണെങ്കിലും അവർക്ക് വോട്ട്, അതിപ്പോൾ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും അവർക്ക് വോട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അവിടെ അങ്ങനെ ഒരു പാർട്ടി വ്യത്യാസമൊന്നുമില്ല. ജനപ്രതിനിധികളുടെയും അധികൃതരുടെയും അവഗണനയിൽ പ്രതിഷേധിച്ച് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. വോട്ട് നമ്മൾ ചെയ്യില്ല. നമുക്ക് ആരെ വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് റോഡ് നേരാക്കി തരുന്നവർക്ക് വോട്ട് ചെയ്യും. അത്രയും ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഒരുപാട് കാലം നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ പറയുന്നത്. റോഡ് നേരാക്കി തന്നെങ്കിലേ വോട്ട് ചെയ്യുള്ളൂ. അത് ആർക്കാണെച്ചാലും അല്ല, ഏത് പാർട്ടിക്കാരും അല്ല. പ്രദേശത്ത് 30ഓളം കുടുംബങ്ങളിലായി 100ഓളം വോട്ടർമാരുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരാണ് നിവാസികളെങ്കിലും റോഡ് വേണമെന്ന ആവശ്യത്തിന് മുന്നിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് പ്രദേശത്തെ കുടുംബങ്ങൾ. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.